എങ്ങനെയാ വെച്ചെടുക്കണേ? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദിജ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്വേലെ നസീം പാർക്കിലത്തെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ ഒരു സ്ഥലം ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് പാർക്ക് എന്ന് കണ്ടപ്പോൾ സാധാരണ ഒരു പാർക്ക് പോലെ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ ഒരു സംഭവമായിരിക്കും എന്നാണ് കരുതിയത്. ഇവിടെ വന്നപ്പോഴും അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെയാണ് കരുതി ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിവിടെ ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരു എന്താ പറയുക പാർക്ക് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ മൃഗശാല അങ്ങനത്തെ സംഭവം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള അങ്ങനത്തെ സ്ഥലം ചെറിയതായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ കൂടുതലും ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. കയറി വെച്ചും ഞാൻ ഈ കിളികളെയാണ് ആദ്യം ശ്രദ്ധിക്കണേ. പക്ഷേ അതിൻ്റെ അടുത്ത് വേറൊരു സാധനം കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് ഞാൻ മൈൻഡേ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഞാനിത് പാമ്പാണെന്ന് മനസ്സിലായത്. ഇതിന് ഇങ്ങനെ ഇട്ടേക്കണം അതാണെന്നുണ്ടെങ്കിൽ. പക്ഷെ പതുക്കെ പതുക്കെയാണ് പോണത്. അതിനെ കണ്ടോടുകൂടി പിന്നെ എനിക്ക് നടക്കാൻ വരെ പേടിയായി. ഇനി നമ്മുടെ അടുത്ത് വേറെ കിടക്കുന്നുണ്ടാവോ അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയും. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നതിന് ശേഷമാണ് പിന്നെ മനസ്സിലായത് ഒരെണ്ണം മാത്രമേ പുറത്തുള്ളൂ, ബാക്കിയെല്ലാം കൂട്ടിലാണെന്ന്. 2 3 എന്തോ ഉണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പാമ്പിന് എനിക്ക് പേടിയായി. ഞാൻ അതിനെ കാണാൻ തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പക്ഷികളും മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ഓന്തിൻ്റെ മോഡൽ ആ ഒരു കാറ്റഗറിയിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ മയിൽ, തത്ത, മുയൽ, കുറേ സാധനം ഉണ്ടായിട്ടോ. കാണാൻ ഇഷ്ടപ്പെട്ട സാധനങ്ങളുണ്ട്. അന്ന് നമുക്ക് പേടി തോന്നണ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ടിക്കറ്റ് ചാർജ് ആയിട്ട് വരുന്നത് 1 റിയാലാണ് കേട്ടോ. അപ്പോൾ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ച് 1 റിയാലൊക്കെ കൊടുത്ത് കയറിയിട്ട് ഇവിടെ എന്ത് കാണാനാണ്, ഈ കാണുന്ന കുറച്ച് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വെറുതെ നഷ്ടമായി, പൈസയും പോയി, അതുപോലെ തന്നെ നമ്മുടെ സമയവും പോയി. വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഉള്ളിൽ പോയപ്പോൾ പിന്നെ കുഴപ്പം തോന്നിയില്ല. കാരണം അത്യാവശ്യം എല്ലാ മൃഗങ്ങളെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ തത്ത, മയിൽ ഇതാ ഇങ്ങനെ ഇവരിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ രസമുണ്ട്. പിന്നെ മലയാളികളും 2 3 സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ സംസാരിക്കാനൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു മലയാളികളെ. പിന്നെ ഇവിടെ പോയാലും ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ കൂട്ടിൽ ആരെയും കാണില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെയാണ് ഞങ്ങൾ കണ്ടത് ഇതിൻ്റെ മേലെയാണ് ആശ നടക്കുന്നത്. ഇതിനെ കണ്ടോ, ഇടയ്ക്ക് മുഖം നോക്കുമ്പോൾ പൂച്ചേനെ പോലെ തോന്നും. പിന്നെ പൂച്ചേനെയും കുറുക്കനെ പോലെയും തോന്നുന്നുണ്ട് കേട്ടോ. എന്തിട്ടാ ജീവി എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറ്റേ ഒരു കാർട്ടൂണുണ്ട് മാഷാദി ബിയർ, ആ സാധനത്തിൽ ആ ഒരു കാർട്ടൂണിൽ ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനാണെന്നുണ്ടെങ്കിൽ അതിനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൂച്ചനെ വിളിക്കുന്ന പോലെയൊക്കെ. ഞങ്ങളിങ്ങനെ ഓരോ ഒച്ചുണ്ടാക്കുമ്പോൾ അവനും അതുപോലെ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവന് താഴെ ഇറങ്ങണില്ല കേട്ടോ. എല്ലാത്തിനെയും കണ്ടത് കൊണ്ടാണ് തോന്നുന്നു അവന് പേടിയായിട്ടാണ് തോന്നുന്നത്, ഇറങ്ങണേ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് ഇപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ പിള്ളേരെ കളിപ്പിക്കാനൊക്കെ ഇരുത്താം. പക്ഷെ കളിക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ മുതലയുടെ അപ്പുറത്ത് മുതലക്കുളമാണ്. പക്ഷേ മുതലില്ല അവിടെ. അവർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയത്. സ്റ്റെക്കായി നിൽക്കായിരുന്നു. അപ്പോൾ ജീവനില്ലാന്ന് തോന്നി. ഇവിടെ മിക്ക മൃഗങ്ങളും, അതായത് പുലിയും അതുപോലെ സിംഹവും, ഇതിനെ കണ്ടപ്പോഴൊക്കെ മയങ്ങി കിടക്കുന്ന പോലെയാണ്. ഒരു അനക്കം പോലും ഇല്ല. നമ്മൾ ആദ്യം വിചാരിച്ച പ്രതിമയാണെന്നാണ്. പിന്നെ മനസ്സിലായി അതിന് ശ്വാസമുണ്ട്. അപ്പോൾ ഒറിജിനൽ എന്ന് മനസ്സിലായി. പക്ഷെ ഇവർ എന്തോ അതിനെ മയങ്ങി കിടക്കണ പോലെ. ഇനി വയലൻ്റ് ആവണ കാരണം ഇനി ഇവരിനെ ഉറക്കി കിടത്തിയൊക്കെ എന്താണോ എന്ന് വരെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനത്തെ വലിയ വലിയ മൃഗങ്ങൾ ഫുള്ള് ഇതേപോലെ തന്നെ ഇങ്ങനെ മയങ്ങി കിടക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവർക്ക് കളിക്കാനായിട്ട് അവിടെ പ്രത്യേക ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞാൻ കയറിയില്ല. ഒന്നാമത്തെ ആ പാമ്പിനെ കണ്ടോടുകൂടി ഇനി വേറെ വല്ല സ്ഥലത്ത് ഈ പാമ്പ് കിടക്കുന്നുണ്ടോ അങ്ങനെ ഒരു പേടിയോട് കൂടിയാണ് ഞാൻ നടക്കുന്നുണ്ടായിരുന്നത്. വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും കണ്ണ് ഫുള്ള് താഴെയാണ്, പാമ്പ് കിടക്കുന്നുണ്ടോ എന്ന്. പിന്നെ ഞാൻ നോക്കി വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാമ്പുണ്ടായിരുന്നു. ആ സെയിം പാമ്പ് തന്നെ ഞാൻ തോന്നുന്നു 2 3 ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ആ വശത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല. അതോടുകൂടി വീഡിയോയും ക്യാൻസലാക്കിയിട്ടുണ്ടായിരുന്നു എടുക്കൽ. ഇത് കണ്ടോ, മറ്റേ മുള്ളം പന്നിയാണ്. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു. വെയിലായതിൻ്റെ പേരിൽ ഒന്നിനും അങ്ങോട്ട് ആ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് നമ്മുടെ സാധാരണ ആട്. പശുവിനെ മാത്രം കണ്ടില്ല, ആടുണ്ടായിരുന്നു.
പിന്നെ ഇപ്പുറത്ത് കിടക്കുന്നത് മുള്ളൻപന്നിയായിരുന്നു കേട്ടോ. അതിന് ശരിക്കും അങ്ങോട്ട് ഫോണിൽ കിട്ടണമൊന്നുമില്ല. അതേ ഈ സൈഡിലൊക്കെ കളിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് അറിയില്ല, ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സമയമില്ലാത്തതിൻ്റെ പേരിൽ ഇപ്പം തന്നെ ഏകദേശം 12 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതിൻ്റെ പേരിൽ വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് ഇറങ്ങാമെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയത്. ഇത്രയ്ക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ സിംഹത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അത് ദേ ഈ പ്രത്യേക ഈ അറയ്ക്കുള്ളിലാട്ടോ. ഇവിടെ വന്നപ്പോൾ എവിടെ നോക്കിയിട്ട് ഈറ്റങ്ങളും ഒന്നും കാണില്ല. അകലെയാണ് ഒരെണ്ണം കിടക്കുന്നുണ്ടായിരുന്നത്. അതിനാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് അടിക്കാൻ ഫോണിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ നോക്കിയപ്പോൾ തൊട്ടടുത്ത് കിടക്കണം. 2 എണ്ണം ഉണ്ട്, 2 ഉറങ്ങാട്ടോ. ഇത് കടുവയാണ്. ദേ ഇവിടെ കിടക്കുന്നുണ്ട്. കടുവല്ല, പുലി. ഇതാ കിടക്കണു. അത് ഇങ്ങനെ മയങ്ങി കിടക്കുക. 2 ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ ശ്വാസം എടുക്കണ കാണാൻ. എനിക്ക് തോന്നുന്നു മയക്ക് കൊടുത്തിട്ട് അതിനെ ഉറക്കി കിടത്തേക്കാന്ന് തോന്നുന്നു. കണ്ട അങ്ങനെ കിടക്കുകയാണ്. ഇതുപോലെ തന്നെ അപ്പുറത്ത് സിംഹവും ഉണ്ട്. അതും ഇങ്ങനെ തന്നെയാണ്, മയങ്ങിക്കിടക്കാണ്. പിന്നെ മയങ്ങാണ്ട് കിടക്കുന്ന ഒരു സാധനം തൊട്ടപ്പുറത്ത് ഉണ്ടായിട്ടാ. അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല. ചീറ്റപ്പുലിയാണോ, അങ്ങനെ പുലിയിൽ വരുന്ന ഒരു സാധനം തന്നെയാണ്. അതും അധികം ഇനങ്ങാണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നതേ. സിംഹവും അതുപോലെ തന്നെ 2 ദിക്കിലായിട്ട് ഇങ്ങനെ കിടക്കാണ്, മയങ്ങി കിടക്കാണ്. ഇങ്ങനെ ഈച്ചൊക്കെ ആർക്കുന്നുണ്ട്, പക്ഷേ ജീവനുണ്ട്, അത് മനസ്സിലായി എന്തായാലും. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് ഞാൻ പറഞ്ഞ സാധനം കിടക്കുന്നത്. ചീറ്റപ്പുലിയാന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു പേരാ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടണില്ല ശരിക്കും അതിനെ കണ്ടിട്ട്. ചീറ്റപ്പുലിയാണോ വേറെ എന്തോ ഒരു പേര് പറഞ്ഞു. ആ സാധനം പൊട്ട സാധനമാണെന്ന് തോന്നുന്നത് കാട്ടിലത്തെ. അതിന് ഇതേ നെക്കൊക്കെ ഉണ്ട്. ഇതേ ഒരെണ്ണം അവിടെ നടക്കുന്നുണ്ട്, ഒരെണ്ണം ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാം 2 വീതാട്ടാ. പിന്നെ ഈ ഒരു സാധനം തന്നെ ഉള്ളൂ. പിന്നെ അപ്പുറത്ത് ഈ 3 എണ്ണത്തിനാണ് ഇങ്ങനെ പ്രത്യേകം അറയാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കണം. ചിലപ്പോൾ ഇത് വയലൻ്റ് ആണോണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം പോകുന്നു. അധികം തിരക്കും ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. 1-2 ഫാമിലി അത്രയും തന്നെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ. വേറെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോൾ ഇത് നമ്മളങ്ങനെ എല്ലാത്തിനെയും കണ്ടിട്ട് തിരിച്ച് പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ പോണ സമയത്താണ്, ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു മയിലിനെയും ശരിക്കും കണ്ടത്. ഇതിലേ പോയെങ്കിൽ കൂടി ഞാൻ അതിനെ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഇതാ ഈ കിളി. നേരത്തെ ഇവിടെ പാമ്പ് കിടക്കാറുണ്ട്, അതിൻ്റെ പേരാണ് ഞാൻ ഇതിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. ഇപ്പോൾ പാമ്പിനൊക്കെ മാറ്റി. അപ്പോൾ ഇതിൽ ആ കിളി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ ആയാനും ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമ്മളങ്ങനെ പാർക്കിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് നിസ്വേക്കാണ്. അവിടെ പോയി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ ദുഃഖത്തോട്ട് പോണത്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ നിസ്വേയിലെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ തീരാണ്. നിസ്വേയിൽ പോയി ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് ലുലുവിൽ കയറിയിട്ടാണ് ഇറങ്ങാമെന്ന് വിചാരിക്കണേ. ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ ഒരു ഏകദേശം 7 മണി 7:30 ആകുമ്പോഴേക്കും ദുഃഖത്തെത്തുന്നുള്ള പ്രതീക്ഷയിലാണ് പോണത്. നമുക്ക് ഒരു 5:45 ആകുമ്പോഴേക്കും ഇരുട്ടാവണ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ദുഃഖത്തെ എത്തനേക്കാളും ഒരു 3 മണിക്കൂർ മുമ്പ് തൊട്ട് നമുക്ക് പൊട്ട റോഡും അതുപോലെ തന്നെ ലൈറ്റോ കാര്യങ്ങളോ വണ്ടികളോ കുറവായിരിക്കും. വലിയ വണ്ടികൾ മാത്രമാണ് ഉണ്ടാവുക, അതും ഇടയ്ക്കിടയ്ക്കായിട്ട്. പിന്നെ ഒട്ടകവും. അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളുള്ള കാരണം നമ്മൾ വേഗം ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയായാലും നമുക്ക് ഇരുട്ട് കിട്ടും, അത് മാക്സിമം കുറയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ലുലുവിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരെ വെച്ച് പിടിക്കുന്നത് ദുഃഖത്തോട്ടാണ്.
ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് അധികം കാണാനും നമ്മൾ വണ്ടി നിർത്താത്ത കാരണം അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കാണ് എടുത്തത്. ഇതിപ്പോൾ ഞങ്ങൾ ഏകദേശം ഇനി ഒരു 3-4 മണിക്കൂറിനുള്ളിൽ എത്തും. അപ്പോൾ ഇടയിൽ വെച്ച് കണ്ട കാഴ്ചയാണ് ഈ ഒട്ടകത്തിനെ ഇങ്ങനെ കൊണ്ടുപോണത്. ഇവർ ഞങ്ങൾ എത്തണ വരെ ഞങ്ങളുടെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഒട്ടകത്തിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇനിയപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.